പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം തയ്യാറാക്കിയെടുക്കാം. അത് കുക്കറിലാണ് കേട്ടോ. അധികം നേരമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല പുഡിങ് പോലെ കട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത്. പച്ചരി വെള്ളത്തിലിട്ടിട്ട് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിനുശേഷം ഇത് നല്ലവണ്ണം മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ട് അരച്ചെടുക്കണം കേട്ടോ. 2 കപ്പ് അരിയിലേക്ക് 1 കപ്പോളം ചോറിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. അതിലേക്ക് അല്പം നല്ല ജീരകത്തിൻ്റെ പൗഡർ ചേർക്കുക കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നീട് ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് പഞ്ചസാര കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ നോക്കണം. നമുക്ക് ഈ ഒരു ലൂസിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച ശർക്കരപ്പാനി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കണം കേട്ടോ. പാർന്ന ഉടനെ തന്നെ നമുക്ക് ഇളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് അത് ലൂസാക്കി വെക്കുന്നത്. നല്ല ലൂസാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്താണ് കേട്ടോ വേണ്ടത്. തേങ്ങാക്കൊത്ത് നല്ലവണ്ണം വറുത്ത് അത് എണ്ണയിൽ വറുത്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഞാനിവിടെ മീഡിയം തേങ്ങ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ലൈസായി അരിഞ്ഞിട്ട് ഇതുപോലെ വറുത്തെടുത്തതാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുത്തത്. അല്ല നെയ്യിലാണെങ്കിൽ നെയ്യിലും വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം 2-3 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. ഞാനിവിടെ കുക്കറിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മൂടി കൊടുക്കണം. മൂടി കൊടുക്കുമ്പോൾ അതിൻ്റെ വിസിൽ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അടച്ചു വെക്കാൻ. എന്നിട്ടൊരു 10-20 മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയാൽ ഇതുപോലെ ബബിൾസ് ആയിട്ട് വരും കേട്ടോ. എണ്ണയൊക്കെ നല്ലവണ്ണം അബ്സോർവ് ആയി നിൽക്കുന്നുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റിന് ശേഷം മൂടി വെക്കാം. പിന്നെ ഞാനിതിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഇതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് 2-3 തവി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതും അതുപോലെ തന്നെ ഒന്നായിട്ട് കുമിളകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ കുക്കറിലുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാനിവിടെ തുറന്നെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൽത്തപ്പം. ഇത് മറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അരച്ച് നല്ല പേസ്റ്റ് മാവായതുകൊണ്ട് തന്നെ ആ ഒരു പുഡിങ്ങിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിരുന്നു കേട്ടോ ഈ കുക്കറിലുള്ളത്. ഞാനൊരു നോൺ സ്റ്റിക്ക് ഉള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് അടി പിടിക്കാതെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.